ചേട്ടാ, ശ്യാമ ചേച്ചിക്ക് നമ്മൾ ഹണിമൂണിന് പോയത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നില്ലേ? അതങ്ങനെ ചോദിച്ചേ? അല്ല, ഭയങ്കര ക്വസ്റ്റ്യനിങ് ആയിരുന്നു. അതാണോ? അതവിടെ നേച്ചറാണ്, അത് വലിയ കാര്യമൊന്നുമില്ല. ഇവിടെ എല്ലാവരെയും ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള അവകാശം അവൾക്കുണ്ട്, പണ്ടോട്ടേ അങ്ങനെ. അല്ല, നിങ്ങൾ തമ്മിൽ നല്ല പ്രായ വ്യത്യാസമുണ്ടോ? അങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല, ഒരു 1.5 വയസ്സിന് വ്യത്യാസമേ ഉള്ളൂ. പിന്നെന്താ ചേച്ചി എന്നൊക്കെ വിളിക്കുന്നത്? ഞാൻ പണ്ട് അവളെ എടി പൊടി എന്നൊക്കെ വിളിച്ചോണ്ടിരുന്നത്. അത് കേട്ടപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യം. ചേച്ചിയല്ലേ, 1.5 വയസ്സിന് മൂത്തല്ലേ, അപ്പോൾ ചേച്ചി തന്നെ വിളിക്കണമെന്ന്. അങ്ങനെ എപ്പോഴോ ചേച്ചി എന്ന് വിളിച്ചു, പിന്നെ ചേച്ചിയായി. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞല്ലേ, പിന്നെന്താ തിരിച്ചു പോകാത്തെ? അളിയൻ ഇവിടെ ഇല്ലല്ലോ, ഗൾഫിലല്ലേ. പിന്നെ അച്ഛനമ്മയും പറഞ്ഞു ഇവിടെ നിൽക്കാൻ പറഞ്ഞ സമയത്ത് പിന്നെ അവർക്കിഷ്ടം ഇവിടെ വന്ന് നിൽക്കുന്നതാണ്, അതുകൊണ്ടിങ്ങനെ വന്നു. ചേച്ചി ഭയങ്കര സ്മാർട്ടായിരുന്നു. ഈ സ്കൂളിലും കോളേജിലും പഠിക്കുമ്പോഴേക്കേ ഭയങ്കര മിടുക്കിയായിരുന്നു. അമ്മ എപ്പോഴും പറയും ചേച്ചിയെ കണ്ടു പഠിക്കണമെന്ന്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ റോൾ മോഡലാണ് ചേച്ചി. എൻ്റെ കല്യാണം വൈകിയത് തന്നെ ചേച്ചിയെപ്പോലെ ഒരാളെ കിട്ടാൻ വേണ്ടിയായിരുന്നു. കുഴപ്പമില്ല, നിന്നെ കിട്ടി, എന്നാലും നീ ചേച്ചിയെപ്പോലെ ആവാൻ വേണ്ടി നോക്കണം. അതാണ് എല്ലാവർക്കും ഇഷ്ടം. കിടക്കാം, വാ. ട്രെയിനൊക്കെ കറക്റ്റ് സമയത്ത് കിട്ടിയായിരുന്നു? ഇല്ല അച്ഛാ, പെട്ടെന്ന് വന്നായിരുന്നു അവിടെ പുറത്ത്. നീ എന്താ ഡ്രസ് ഇട്ടുണ്ടെന്നിരിക്കുന്നേ? അച്ഛനൊന്നും ഇഷ്ടമല്ല, വേറെ നല്ലതൊന്നുമില്ലേ? മാറിയിടണേ. താലിമാല ഇട്ടിട്ടില്ലേ മോനെ? അച്ഛാ അത് ഊരി വെച്ചേക്കോ. സാധാരണ നമ്മുടെ വീട്ടിൽ കല്യാണമൊക്കെ കഴിയുമ്പം പെൺകുട്ടികൾ സീമന്തരേഖ ഇടാറുണ്ട്, കാണുന്നില്ല. ഇടുന്നതാ, ഒന്ന് മറന്നുപോയതാ. അച്ഛൻ പളനിപ്പോയിട്ട് എന്താ മീശ എടുത്തത്? ഒന്നും പറയണ്ട, തലമുടി എടുക്കാൻ പറഞ്ഞ അമ്മമാര് മീശ എടുത്തു. മതി വർത്താനം, ഇനി ബാക്കി കഴിച്ചിട്ടോ. അച്ഛാ അടുക്കളയിലേ ഞങ്ങൾ രണ്ടും ഒറ്റയ്ക്കേ ഉള്ളായിരുന്നേ ജോലി ചെയ്യാൻ. എൻ്റെ മോള് രാവിലെ കഴിഞ്ഞിട്ട് അടുക്കളയിലൊക്കെ കയറും. മക്കളെ, നിങ്ങൾ 8 ദിവസം എന്ന് പറഞ്ഞിട്ടേ 10 ദിവസം എടുത്തേ എന്താ? ഊട്ടി ചെന്നപ്പോൾ അവിടെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു, അവിടെ മക്കളുടെ വീടൊക്കെ ഉണ്ട്. 2 ദിവസം അവരുടെ കൂടെ നിന്നു. എടുക്ക്. താപ്പോട്ട് വെക്കണം പഴയ പോലെ, അതാ ഭയങ്കര. ദോശയല്ലേ ഇന്ന് കഴിക്കാൻ? ശ്യാമ മോളെ, പുതിയ കുട്ടിയല്ലേ, അവൾക്ക് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊന്നും അറിയത്തില്ലോ. മോളെ, ഇവിടുത്തേന്ന് വെച്ചാൽ ആദ്യം നമ്മൾ അച്ഛന് കൊടുക്കും, പിന്നെ അമ്മയ്ക്ക്, പിന്നെ മോളെ ഭർത്താവിന്, പിന്നെ വീട്ടിലാരോ മുതിർന്നവര് അവർക്ക്, അത് കഴിഞ്ഞ് മോള് കഴിക്കാം. അങ്ങനെ ഇവിടുത്തെ ശീലങ്ങൾ. അഥവാ മോളുടെ ഭാഗം വരുമ്പം പലഹാരം തീർന്നു പോയി കഴിഞ്ഞാൽ കഞ്ഞിയോ പഴങ്കഞ്ഞിയോ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ഞാൻ എൻ്റെ മോളെ അങ്ങനെ പഠിപ്പിച്ചേക്കുന്നത്. എൻ്റെ മോളായോണ്ട് പറയുമല്ല, ഭയങ്കര ബുദ്ധിയും വിവരമാണ്. മോള് വേണം എൻ്റെ കുഞ്ഞിനെ കണ്ട് പഠിക്കാൻ. ഞാൻ പറഞ്ഞിട്ടുണ്ടമ്മേ. നീ എന്തിനു മുടി കെട്ടി വെച്ചിങ്ങനെ? അത് ഫുഡ് കഴിക്കുമ്പോൾ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്. ചേച്ചി നോക്ക്, അതുപോലെ മുടി ഇടണം, മനസ്സിലായോ? ചുമക്കാതെ. ചേച്ചി ചുമക്കുന്നുണ്ടോ? ശ്യാമമോളെ, എന്താ അച്ഛാ? രാവിലെ കുളിച്ചായിരുന്നോ? കുളിച്ച് വിളക്കത്തിച്ച് പ്രാർത്ഥിച്ചു. പൊട്ടുണ്ട്, 2 കമ്മല്, കയ്യിൽ വള, താലിമാല ഇട്ടില്ലേ? മോനമ്മ വാരിത്തരണോ? വേണ്ട അമ്മേ. അച്ഛാ കഴിച്ചോ? ശ്യാമമോളെ. ആ അമ്മേ. ആ ചിട്ടിക്കാരന് പൈസ കൊടുക്കാനുള്ള സമയമായോ? നാളെയാ കൊടുക്കണ്ട, വൈകിട്ട് കൊടുത്താൽ മതി. നാളെ? അച്ഛനോട് പറഞ്ഞേക്കാം പൈസ എടുത്ത് വെക്കാൻ. മറക്കല്ലേ അമ്മേ? ഇല്ല. ഇത് പുളിയടി, ഇത് അതാ നെല്ലി. അങ്ങോട്ട് നോക്ക്. ഗ്യാസ് എടുക്കാൻ പോകുന്നില്ലേ? ഗ്യാസ് എടുക്കണോ മോളെ? ഗ്യാസ് മാറ്റി വെക്കാൻ സമയമായോ? അമ്മേ, ഒരാഴ്ചത്തേക്കേ കാണൂ, പുതിയത് എടുക്കണം. കൊച്ചു പറഞ്ഞത് കേട്ടില്ലേ, അടുത്ത ആഴ്ച ആവുമ്പോ തീരുമെന്ന്. ഇവിടെ കൊണ്ടുപോട്ടെ? ശ്യാമ മോളെ. എന്താ അമ്മേ? അവളെയും കൂടെ കൊണ്ടുപോക്കോട്ടേന്ന്.
അവളിവിടെ വെറുതെ ഇരിക്കുമല്ലേ, കൊണ്ടുപോട്ടെ. കൊണ്ടുപോക്കോടാ. അമ്മ ബുക്ക് അവിടെ ഇരിക്കുവോ? ശ്യാമമോളെ, ബുക്ക് എവിടെ വെച്ചേക്കുന്ന ഗ്യാസിന്റെ? ഷെൽഫിന്റെ അവിടെ ഉണ്ടല്ലോ അടുക്കളയില്. എടാ, അടുക്കള ഷെൽഫിന്റെ അവിടെ ഉണ്ടെന്ന്. ആ എന്തൊരു കാലടി നിന്റെ. എന്താ കുഴപ്പം? ചേച്ചി കണ്ടില്ലേ എന്തൊരു വൃത്തിയാ നോക്കാലിന്. ഞാനും പെഡിക്യൂറൊക്കെ ചെയ്യുന്ന ചേട്ടാ. അത് കാണാനും ഉണ്ട്. എടി, ഒരു പെണ്ണിൻ്റെ സൗന്ദര്യം അവിടെ കാലിലറിയാം. കണ്ടോ എന്തൊരു മാതിരി. അതിപ്പോ നമ്മൾ പൊടി കൂടെ നടന്നിട്ട് ചെരുപ്പിട്ടില്ലല്ലോ, എല്ലാവരുടെയും കാലേ പൊടിയല്ലേ. പിന്നെ പൊടി. നീ ഒരു കാര്യം ചെയ്യും, അതുപോലെ കാൽ ഉരച്ച് കഴുകുക. എനിക്ക് അങ്ങനൊന്നും ഒത്തിരി കഴുകാൻ പറ്റത്തില്ല, കാല് ഭയങ്കര സെൻസിറ്റീവാണ്. സോപ്പൊക്കെ ഉപയോഗിച്ചാലേ പൊട്ടും. എടി, ചേച്ചി ചെയ്യുന്ന പോലെ ചെയ്യടി. പറ്റത്തില്ല ചേട്ടാ. എന്തുവാടാ, എന്തോ കുശുകുശുക്കുന്നേ, പോകുന്നില്ലേ? അല്ലമ്മ, ഞാൻ പറയുമായിരുന്നേ, ചേച്ചി കാല് കഴുകുന്നു, അതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയാൽ കൊള്ളാമെന്ന് പറയുമായിരുന്നു. നീ എന്തിനാടാ കൊച്ചിനെ വഴക്ക് പറയുന്നത്? ഈ വൃത്തി എന്ന് പറയുന്നതേ എല്ലാവർക്കും ഒന്നും കിട്ടത്തില്ലല്ലോ. ശ്യാമമോൾ എപ്പോഴും അങ്ങനെ മോളെ, എപ്പോഴും കാലൊക്കെ തേച്ചൊരച്ച് കഴുകി ക്യൂടെക്സ് ഒക്കെ അടിച്ചേ നടക്കത്തുള്ളൂ. ഞാൻ ഈ പഠിപ്പിച്ചതിൻ്റെയും വളർത്തിയതിൻ്റെയും ഒക്കെ ശീലമാണ്. സാരമില്ല, പോകെ പോകെ കുഞ്ഞത് ശരിയായിക്കോളൂ. നിങ്ങൾ പോയി ഗ്യാസ് എടുക്കാൻ നോക്ക്. ഒന്ന് നിന്നേ, ഇതെന്തോ വലയോ? ഇത് ക്രോഷേ. കോശോ? മക്കളെ, ഈ കോശമൊക്കെ ശരീരത്തിനകത്തിടാനുള്ളതാ. ഇതൊക്കെ ഇങ്ങനെ പുറത്തിട്ട് കഴിഞ്ഞാലേ നാട്ടുകാർ കണ്ട് അതും ഇതും പറയും. കൈയൊന്ന് പൊക്കി കഴിഞ്ഞാൽ അണ്ടകടാഹം വരെ കാണാമല്ലോ. ഇതെന്തുവാ ഇത്? ഇതാ ഇപ്പോഴത്തെ ഫാഷൻ. ഇങ്ങനെ ഊട്ടമുള്ള ഡ്രസ് ഇട്ടുകൊണ്ട് നടക്കുന്നതോ? അല്ല, ചൂടൊക്കെ ആയിട്ട്. അതൊക്കെ അങ്ങ് അവിടെ മോടെ വീട്ടിൽ. ഞാൻ എൻ്റെ മക്കളെ നല്ലത് പറഞ്ഞാൽ വളർത്തിയേക്കുന്നത്. മോടെ വീട്ടിൽ വളർത്തിയതായിരിക്കും മോള് കാണിക്കുന്നത്. അത് പോട്ടെ. ഇതേ എൻ്റെ കൊച്ചിനെ നോക്കിക്കേ, എൻ്റെ ശ്യാമമോള് എന്ത് നല്ല ഉടുപ്പായിട്ടാണ് നടക്കുന്നത്. മോൾ അതുപോലെ ശീലിക്ക്. ചൂടായതുകൊണ്ട് കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് നടക്കാം, വീട്ടിലല്ലേ. ഓ, ഇപ്പൊ ചൂടാന്നെങ്കിൽ അപ്പൊ ഏപ്രിൽ മെയ് മാസത്തെ കൊച്ചിവിടെ തുണിയില്ലാതെ നടക്കുവോ? അച്ഛനൊക്കെ ഉള്ളതാ കൊച്ചേ. എടാ, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കടാ. ഞാൻ പറഞ്ഞതാ അമ്മേ, അച്ഛനൊക്കെ ഉള്ളതാ ഈ ഡ്രസ്സ് മാറിയിടാൻ. അവളെ കേട്ടില്ല. ഇനി ഇവിടെ ഒന്നും വേണ്ട. മോൾ എന്തോന്ന് വെച്ചാൽ മാറി അവിടെ പോകാൻ നോക്ക്. ഡാ, ഡ്രസ്സ് മാറ്റിയിട്ടിട്ട് പോടാ. ഗ്യാസ് സ്റ്റേഷന് നല്ല ചൂടാ. ഇവളെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ നിന്ന് കത്തും. ഡ്രസ്സ് മാറിയിട്ട് വന്നാൽ മതി. ശ്യാമമോളെ. എന്താ അമ്മേ? ഒന്നുമില്ല. മിടുക്കി മിടുക്കി. എനിക്ക് പരിപാടിക്ക് പോകണം. നീ എന്തതിനാ പോന്നെ? എനിക്ക് കോടീശ്വരനാവണം. നിനക്ക് വല്ല അറിയാവോ ഇതിനകത്ത്? നീ എന്തു ഞാൻ മോളെ കൊണ്ട് പോകും ലൈഫ് ലൈൻ. ഞാൻ വരാം. അതിന്റെ ചമ്മൊക്കെ എല്ലാം അറിയാം. അറിയോ മോളെ? എനിക്കിതൊക്കെ അറിയാം. മോക്ക് അറിയുന്ന കാര്യമല്ല. എന്റെ കൊച്ചിനെ സ്കൂൾ ഫസ്റ്റ് ആയിരുന്നു, അറിയാമോ? അവനോട് ചോദിച്ചാൽ മതി, അവൻ ആ സ്കൂളിലാണ് പഠിച്ചത്. മോള് ഫസ്റ്റ് ബെഞ്ചിൽ, അവൻ ലാസ്റ്റ് ബെഞ്ചിൽ. ടീച്ചർമാർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു മോളെ. ഞാൻ ചെന്നപ്പോഴേ മോളുടെ അനിയനാന്ന് പറഞ്ഞപ്പോ ഭയങ്കര പരിഗണനയായിരുന്നു. പിന്നെ പാട്ടിനും ഡാൻസിനും ഒക്കെ എന്തോ മിടുക്കിയായിരുന്നു. സൗണ്ട് വെച്ചാ മഹാഭാരതത്തിൽ ആരെയാണ് ധർമ്മപുത്രർ എന്നും വിളിക്കുന്നത്? ധർമ്മപുത്ര. ഓപ്ഷൻ കേൾക്കാം. ഇനി പറഞ്ഞ സൗണ്ട് ഞാൻ പറയാം. നിങ്ങൾ എന്താ പറയുന്നേ? നിങ്ങളെന്താ നിങ്ങൾ പറയണ്ട, മിണ്ടണ്ട. എനിക്കറിയായിരുന്നു. എന്റെ കൊച്ചു മഹാഭാരതം വായിച്ചതാ. കഥ പറയാനൊന്ന് പറ, നെഞ്ചിടിക്കുന്നുണ്ട്. അമ്മ പറഞ്ഞത് കണ്ട, അവിടെ അമ്മ പറഞ്ഞു തരുന്നതാ. കണ്ട, അമ്മമാരെ പറഞ്ഞു കൊടുക്കുന്നത് പിള്ളേർക്ക്. കഥ പറഞ്ഞു നെഞ്ചിൽ BP കൂടും. എനിക്കിപ്പോ ടെൻഷൻ അടിക്കില്ല അമ്മ. ആ കുഞ്ഞിനെ കിട്ടണേ. ആ അമ്മ കർണനല്ലയോ? കർണനായിരിക്കും.
നീ ഇത് പറ. നിങ്ങളൊന്നും മിണ്ടായി. അവർക്ക് ഒരു പെണ്ണാക്കോ അറിയത്തില്ല, നീ മിണ്ടായി. ഗുരുജി, the fifth question is, ഇംഗ്ലീഷിലാ പറയുന്നത് മൊത്തം. എനിക്കറിയാലോ. FM റേഡിയോ എന്നതിലെ FM എന്തിനെ കുറിക്കും? സിമ്പിൾ അമ്മേ. എനിക്ക് മനസ്സിലാവത്തില്ല. ഇംഗ്ലീഷാ. നിങ്ങൾക്ക് മനസ്സിലാവും. Options are options is അറിയാമോ? frequency modulation, B frequency margin, C fast messaging, D frequency modulation. ഡി. ഡി. മോളെ ഡി. ഡിയോ? ഡി ആടാ. ഏ. ഡി. എ. കേക്കാം. Could you please look option D frequency modulation? ഡി ആണ് അയാൾ പറഞ്ഞത്. Engineering student should know. Yes, lock ചെയ്ത് കഴിഞ്ഞു. എഞ്ചിനീയറിംഗിൽ ഏതാണ്? ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. എടാ നിന്റെ പേഴ്സ്. ഇവരിതല്ലേ പഠിച്ചത്? എനിക്കറിയത്തില്ല, ഇവർക്ക് എനിക്കറിയത്തില്ല. ശരിയാണ്. എന്തുവാ നീയാ? ഇവിടെ എന്തോ അറിയാം, എന്തോ പഠിക്കാൻ അയ്യേ, എന്റെ കുഞ്ഞ് ശവമോനെ. എന്റെ ശവമോനെ. എന്റെ കുഞ്ഞിനെ അയ്യേ നമുക്ക് പോയാലോ അമ്മേ? അയ്യേ ചെറുതാനോ? അല്ല, കോടീശ്വരൻ. പോവാടാ, പോവാടാ. കാർത്തു, ആമേ. കുറച്ച് മോളെ ഈ പ്ലേറ്റ് ഒന്ന് കഴുകി വെച്ചേ. ഇതെന്തോ ചെയ്ത്? എന്താണ്? ഇതെന്തോ ഒരു വൃത്തിയിൽ, ഇതെന്തോ ഉടുപ്പെന്തോ നനഞ്ഞിരിക്കുന്നേ. അത് പാത്രം കഴുകി പറ്റിയതാ. പാത്രം കഴുകുമ്പോ ഉടുപ്പ് അദ്ദേഹത്തിന് മുക്കിയാണ് പാത്രം കഴുകുന്നത്. തെറിച്ച് വീണതാ. കുഴപ്പമില്ല. മോളെ നിനക്കൊരു ഏപ്രിൽ എടുത്ത് വല്ലതും വെച്ചൂടെ മോളെ? എന്തുവാ കൊച്ചി, ആൾക്കാർ വരുമ്പോ എന്തോ എനിക്ക് വയ്യ ഇതിനോട് പറയാം. എല്ലാത്തിനും ഞാൻ പുറകെ നടക്കണോ? കുഴപ്പമില്ല, ഞാൻ മാറിയിടാനുള്ളതല്ലേ, ഇപ്പൊ മാറും. കുഴപ്പമില്ല. മാറാനുള്ള ഉടുപ്പായതുകൊണ്ട് കുളിക്കാനുള്ളതെന്ന് പറഞ്ഞ് എപ്പോഴും തലയെ കൂടെ വെള്ളം ഒഴിച്ചോണ്ട് നടക്കുവോ? ഒരു വീറ് വൃത്തിയൊക്കെ വേണം കേട്ടോ. എന്റെ ശ്യാമമോളെ കണ്ടുപിടിക്കുക. എന്റെ കുഞ്ഞ് കഴുകുമ്പോ ഒരു തുള്ളി വെള്ളം ദേഹത്ത് വീഴത്തില്ല. ഇതൊക്കെ എന്നാ കുഞ്ഞെ പഠിപ്പിക്കുന്നത് നീ? മോനെ, നീ എവിടെ പോയിക്കുവായിരുന്നു? അലക്കാന്. കണ്ടോ കുഞ്ഞിനെ നോക്കിക്കേ, കുഞ്ഞിന്റെ ഡ്രസ്സിലോട്ട് നോക്കിക്കേ. അല്ലമ്മ, ഇതെന്തോ ഇത്? അവള് പാത്രം കഴുകാൻ വേണ്ടി വെള്ളത്തിനൊന്ന് മുങ്ങി താന്നതാ. ആ കുഞ്ഞ് തുണി എഴുതിട്ട് വന്നാൽ കുഞ്ഞിന്റെ ദേഹത്ത് ഒരു തുള്ളി വെള്ളം ഉണ്ടോ എന്ന് നോക്കിക്കേട്ടെ. എന്തുവാ മോനെ, നീ ചെല്ലേ പോയി ഡ്രസ്സ് മാറ. ഈറുമില്ല, വൃത്തിയില്ല, ഒന്നുമില്ല. നീ ചെല്ലും മോളെ, പാത്രമൊക്കെ ഞാൻ കഴുകിക്കോളാം. അമ്മ എന്ത് പറഞ്ഞു? എനിക്കറിയത്തില്ല. ചേച്ചി, അമ്മ എന്ത് പറഞ്ഞു അവളെ കുറിച്ച്? അമ്മ എന്ത് പറയാനായിട്ട്? പാത്രം കഴുകാൻ പറഞ്ഞതാ. ഡ്രസ്സിലോട്ട് നോക്ക്, മൊത്തം വെള്ളമാക്കി വെച്ചേക്കുക. പെണ്ണിനൊരു വൃത്തിയില്ല കേട്ടോ. നീ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. എന്തുവാടി ഇത്? എന്താ ഇവിടെ ഓരോ ദിവസം ഓരോ കാരണങ്ങളും പ്രശ്നങ്ങളും. നിനക്കത് വൃത്തിയായിട്ട് ചെയ്തൂടെ ഇതൊക്കെ? പാത്രം പിന്നെ വെള്ളം കൊണ്ടല്ലാതെ വേറെ എന്തെങ്കിലും കൊണ്ട് കഴുകാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെ കാണിച്ചാൽ പിന്നെ ആരാന്നും പറയാത്തത്? നീ ചേച്ചിയെ കണ്ടോ? അവരെ പൊട്ടെന്ന് ഭംഗിയാ നോക്കിയേ. നീ എന്തിനാ കുഞ്ഞു പൊട്ട് തൊടുന്നേ? എനിക്ക് ചെറിയ മുട്ട ഇഷ്ടം. എടി നീ വലിയ പൊട്ട് തൊട്, അതല്ലേ നിനക്ക് ഭംഗി. നീ എന്തിനാ മുടി വെച്ചിട്ടേക്കുന്നേ? ആഹാ, മുടി കെട്ടി വെച്ചപ്പോൾ അഴിച്ചിടാനായിരുന്നല്ലോ പറഞ്ഞോണ്ടിരുന്നത്. ഇപ്പൊ എന്തോ ഇനി? എടി ചേച്ചി കെട്ടി വെച്ചേക്കുന്ന കണ്ടോ? അതുപോലെ കെട്ടി വെക്ക്. വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ ചേച്ചി ചെയ്യട്ടെ, അപ്പം ഞാൻ പറയാം. നീ പോയി ഡ്രസ്സ് മാറിയിട്. ശരി. കഷ്ടമാണ്. അണ്ണൻ എന്തോ ബസ്സിൽ വന്നോ? ആ, ഞാൻ ബസ്സിനടി വന്നേ. എന്താ ദാമോനോട് പറയാത്തെ? മോനല്ലേ, അവൻ കൊണ്ടുവിടത്തില്ലായിരുന്നോ? അവന് വേറെ തരം പരിപാടിയൊക്കെ കാണും. കൂട്ടുകാരൊക്കെ വരുന്നുണ്ട് രാവിലെ, കറക്കോ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാ പിന്നെ അവൻ എന്നെ വിളിച്ചാൽ മതി, ഞാൻ വരുന്നല്ലോ അങ്ങോട്ട്. അത് സാരില്ല, ഞാൻ ജംഗ്ഷനിൽ വന്നപ്പോൾ ഒരു കാലിയോട്ടം കിട്ടി. ഞാൻ അതിനിങ്ങ് ഇറങ്ങി. ആങ്ങളെ, സീമയ്ക്ക് സുഖമാണോ? ആ, അവളൊക്കെ സുഖമായിട്ടിരിക്കുന്നു, പഠിച്ചോണ്ടിരിക്കുമല്ലോ, ലാസ്റ്റ് ഇയറാ. നാത്തൂനോ? അവൾക്കും സുഖം. പിന്നെ അളിയൻ എന്തേടി? ഓ, അങ്ങേര് തോട്ടത്തിൽ വരെ പോയി. കുറച്ചും പോയത്, 10 മിനിറ്റ് ആള് പോയിട്ട്. ഒത്തിരി ഉണ്ടോ? പിന്നെ ഒത്തിരി ഉണ്ട്. മോളെന്തി? ശ്യാമ എന്തി? ശ്യാമമോളെ. ഓ അമ്മേ. അയ്യോ, മാമൻ എപ്പോ വന്നു? സുഖം. മോളിങ്ങി വന്നാട്ടെ. വേണ്ടമ്മേ, ഞാൻ അവിടെ നിന്നോളാം. ബഹുമാന. മോളിങ്ങി വാ, ഇവിടെ ഇരിക്കും.
മാമനൊക്കെ അവിടെ ഇരിക്കുമോ? മാമ എന്താ കല്യാണത്തിന് വരാൻ എൻ്റെ മാമ സ്ഥലത്തില്ലായിരുന്നു മക്കളെ. അതാ എന്താ വരാത്തെന്ന് ചോദിച്ചത്. മാമ ഗുണ്ടപ്പേട്ടിലായിരുന്നു. മാമന്റെ വെണ്ട കൃഷി കഴിഞ്ഞാ കഴിഞ്ഞു, എല്ലാം വിളവെടുത്തു. കൊള്ളാം. പിന്നെ അതെല്ലാം കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് വന്ന് കുഞ്ഞിനെയൊക്കെ ഒന്ന് കണ്ടിട്ട് വന്ന് വിചാരിച്ചു. എന്തി അവളെന്തേടാ? ഇവിടെ ഉണ്ട്. വിളിച്ചേ. കാർത്തു ആ ചേട്ടാ. ആ മാമ. ആ പൊന്നുമക്കളെ വാ. എന്തുകൊണ്ട് കുഞ്ഞിന് സുഖമാണോടാ? സുഖമായിട്ടിരിക്കുന്നു. എന്തൊക്കെയായിരുന്നു? ഞാനവിടെ വർക്കൗട്ട് ചെയ്തോണ്ടിരിക്കുക. കഴിഞ്ഞോ? കഴിഞ്ഞ് ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്ന് കയറിയേ ഉള്ളു. ഞങ്ങൾ ഇമ്മ കാര്യം പറഞ്ഞോണ്ടിരുന്നാ. കല്യാണത്തിന് വരാന്ന് പറഞ്ഞ് മുങ്ങിയതാ. വന്നില്ല. കല്യാണത്തിന് വരാൻ പറ്റിയില്ലടാ. നല്ല വിണക്കുണ്ട് കേട്ടോ. സാരമില്ല. ദിവസം വാ, അങ്ങോട്ട് വീട്ടിലോട്ട് പോവാ. മാമിയൊക്കെ നോക്കിയിരിക്കും അവിടെ. വർക്കൗട്ട് ചെയ്തോണ്ടിരിക്കുക. മാറിയിട്ട് വരണ്ടായിരുന്നോ? മാറി ടീഷർട്ട് മാറി. ടീഷർട്ടല്ല, നിക്കർ മാറാത്ത എന്താണെന്ന്. മോനെ ഞാൻ ഇപ്പൊ വരാം. മാമ പിന്നെ അവൾക്ക് എന്തി അവനെന്തി? അവനുണ്ട് അവിടെ. അവനെ വിളിച്ചിട്ട് ഫോൺ എടുക്കത്തില്ല. അവൻ എത്ര പ്രാവശ്യം വിളിച്ചവനെ? അവന് വേറെ കുറെ പരിപാടി, കൂട്ടുകാരും എല്ലാം കൂടി നടക്കൂല്ലേ. എനിക്ക് കൊടുത്തു മാറാനാണോ കയ്യില്? മോനെ ആങ്ങളുടെ മുന്നിലായിരുന്നുകൊണ്ട് ഞാൻ പറയുന്നതല്ല. ഇവള് വന്നു കയറിയതാ. കൊച്ചിന് കാര്യങ്ങളൊന്നും അറിയത്തില്ല. നീ വേണം പറഞ്ഞു കൊടുക്കാൻ. ഒരാൾ വരുമ്പം അയാളുടെ വായിക്കകത്തോട്ട് കയറിയിരുന്നല്ല സംസാരിക്കേണ്ടത് കേട്ടോ. ഒന്ന് പതുക്കെ സംസാരിക്കണം. ഒരു ബഹുമാനം വേണം, ഒരു അടുക്ക് വേണം, ഒരു ചിട്ട വേണം, നല്ലൊരു സാരിയോ അല്ലെങ്കിൽ നല്ലൊരു ഡ്രസ്സോ ഇടണം. തുടയും കാണിച്ചുകൊണ്ട് വന്നിരിക്കരുത് അവരുടെ മുന്നിൽ കാലും കയറ്റി വെച്ച്. നീ കണ്ടില്ലോടാ ഇത്? ശ്രദ്ധിച്ചില്ല ഞാൻ. പാൻറ് മാറിയിട്ടാണ്. അതെന്തുവാ? കുളിച്ചോണ്ടിരിക്കുവായിരുന്നെങ്കിൽ ആ പരുവത്തി ഓടി വന്നേനെയോ? കൊച്ചിനെ കണ്ടോ? ശ്യാമമോള് എന്തുമാത്രം നല്ല ഡ്രസ്സുകളായിരിക്കുന്നത്. എനിക്കൊരു സ്വപ്നമുണ്ട് എൻ്റെ മരുമോളെ പറ്റി. ആ സ്വപ്നം ഒന്നും ഇവിടെ പറ്റത്തില്ല. അതൊന്നും ചുമ്മാ വന്നോ ഇങ്ങോട്ട്? അല്ലടാ, ഇവിടെ അമ്പലത്തിൽ ഭജന ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. അയ്യോ, അത് ഇന്നലെ ആയിരുന്നു ഭജന. ഇന്നല്ല ആങ്ങളെ. ആ അതാ കഴിഞ്ഞെന്നും പറഞ്ഞു. അത് പിന്നെ തിരിച്ചു പോയപ്പോ പിന്നെ ഇവിടെ കയറിയിട്ട് പോകാന്ന് വിചാരിച്ചു. ഭജന കേൾക്കാനായിരുന്നോ? ആ ഭജന കേൾക്കാൻ വന്നേടാ. ഇവള് നല്ല പാടുമല്ലോ. കുഞ്ഞു പാടുവോ? പിന്നെ കർണാട്ടിക് സംഗീതം പഠിച്ചില്ലയോ? അറിയത്തില്ലയോ? എനിക്കറിയത്തില്ല. പഠിച്ചിട്ടുണ്ട്. അതൊന്ന് കാണണമല്ലോ. മോളൊന്ന് പാടിക്കേ. അയ്യോ അങ്ങനൊന്നും എനിക്കറിയില്ല. ഇല്ല പാട്. ഇത്ര പേരിലുള്ള ഒന്ന് പാട്. ഗാമ ഗാമ ഗ ഗമ ധമ ഗ സനി സധാനി സാ സനി സനി ധമ ഗമ ഗമ ഗ ഗമ ധമ ഗ സനി സധാനി സാ സനി സനി ധമ സ ഗമ ഗമ ധ മദ ഗ ധമ ഗ സ സ ഗമ ധ നി സ മ ഗമ ഗ സ. ആടി മോളി മോളെ. എങ്ങനെയുണ്ടാവാ? എങ്ങനെയുണ്ടമ്മേ? നന്നായിട്ടില്ലേ? കുഞ്ഞ് നന്നായിട്ട് പാടുന്നുണ്ടല്ലോ. ഓ, എനിക്ക് വലുതായിട്ടൊന്നും തോന്നിയില്ല. അതിൽ നല്ലോണം ശ്യാമമോള് പാടുമല്ലോ. അവള് പഠിച്ചിട്ടില്ലല്ലോ. സ്കൂളിലൊക്കെ കയറി പാടിയത് ഓർമ്മയില്ലയോ? അവള് റേഡിയോയിലും ടി വിയിലൊക്കെ വരുന്ന പാട്ട് കേട്ട് പഠിച്ചതാ. മിടിക്കുക എൻ്റെ കുഞ്ഞ്. മോളെ ഒരു പാട്ട് പാടിക്കേ. അയ്യോ വേണ്ടമ്മ, എനിക്ക് പാടാനൊന്നും അറിയത്തില്ല. ഇതാണ് മര്യാദ. ആദ്യം ചോദിക്കുമ്പോൾ പാടാൻ അറിയത്തില്ലെന്ന് പറയണം. അല്ലാതെ ആരെങ്കിലും പറയുമ്പോഴേ കയറി ഞാൻ പാടാമെന്ന് പറഞ്ഞിട്ട് കൊമ്പെ കുത്തി കോലെ കുത്തി കയറി പാടുമല്ല ചെയ്യേണ്ടത്. മോള് പാടുമെന്ന് അമ്മയ്ക്കറിയാം. എന്നാ പാടട്ടെ അമ്മേ? അനുഗ്രഹിക്കാം. മാമ അനുഗ്രഹിക്കാം. പാട്ട് പാടാം. എന്താ അത്? വണ്ടി എന്തോ? അല്ല, ഞാൻ ശ്രുതിപ്പെട്ടി ഇട്ടതാ. എന്നെ ഭയങ്കര കാര്യം. മാമി അവളെ ഭയങ്കര കാര്യം. ദാമു എന്റെ മോന ഭയങ്കര കാര്യം അവനെ. മോളാ ഭയങ്കര കാര്യം അവളെ. ഭയങ്കര കാര്യം. മാമ ഞാനൊരു സിനിമാറ്റിക് പാട്ടൂടെ പാടട്ടെ? പാട്. കാർമുകിൽ വർണ്ണന്റെ സുണ്ടിൽ
ചേലുമോടക്കുഴലിൻ്റെ സുണ്ടിൽ വീണുറങ്ങുന്നൊരു ശ്രീരാഗമേ നിന്നെ പുൽകി ഉണർത്താൻ മലന്നു കർണൻ. കൃഷ്ണ 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 കൃഷ്ണ. മാമ ഇഷ്ടപ്പെട്ടോ? മോൾ പഠിച്ചിട്ടുണ്ടോ ശരിക്കും? ഒരെണ്ണം കൂടെ പാടട്ടെ? വേണ്ട വേണ്ട, ഗസല്. വേണ്ട, മാമ ചായ കുടിക്കുന്നില്ലേ? ഇതൊന്നും വേണ്ട, നന്നായി വരും. ഈ മാമന് പാട്ട് ഇഷ്ടപ്പെട്ടെന്ന് അനുഗ്രഹിച്ചു. എന്താ പോയി ഗേറ്റ് തുറന്നു നോക്കൂടെ? അമ്മേ, ഒരു ഗസലൂടെ പാടട്ടെ? ചേച്ചി എന്തേ അമ്മേ? മോള് ശ്യാമമോളെ. ആ ബാത്റൂമിലാന്ന് തോന്നുന്നു, കുളിക്കുവാന്ന് തോന്നുന്നു. അല്ല ചേച്ചി എന്താ അവരുടെ വീട്ടിൽ പോയി നിൽക്കാത്തെ? ഓ അവൻ പറഞ്ഞില്ലായിരുന്നോ? ആ ചെറുക്കൻ അങ്ങ് ഗൾഫിലാ. അത് പറഞ്ഞായിരുന്നു. അപ്പം പിന്നെ ഭർത്താവ് ഉള്ളിടത്തല്ലേ ഭാര്യ നിൽക്കേണ്ടത്. ആ ചെറുക്കൻ അവിടെ ഇല്ല. അപ്പം പിന്നെ ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വന്നിരിക്കാൻ. പിന്നെ അത് മാത്രമല്ല, ചെറുക്കൻ്റെ അമ്മയുണ്ട് അവിടെ, അമ്മായിയമ്മ അത്ര ഗുണമൊന്നുമില്ല. അവർ 24 മണിക്കൂർ ഈ നാത്തും പെണ്ണുണ്ട് ചെറുക്കൻ്റെ അനിയത്തിയെ, അതിനെ വെച്ചങ്ങ് കമ്പയർ ചെയ്യുക. അങ്ങനെ ചെയ്യുമോ ആരെങ്കിലും വിവരവും ബോധവും ഉള്ളവർ? എൻ്റെ കൊച്ചിനെ അവിടെ നിൽക്കാൻ പറ്റാതെ ഇങ്ങനെ പോകുന്നത്. അതിരുന്നത് പോലെ ഇടണം, തൊടുന്നത് പോലെ തൊടണം, ഇരിക്കുന്നത് പോലെ ഇരിക്കണം, ചിലയ്ക്കുന്നത് പോലെ ചിലയ്ക്കണം. എൻ്റെ കൊച്ചിനത് പറ്റത്തില്ല. അല്ലെങ്കിലും പെൺപിള്ളേർക്ക് സ്വന്തമായിട്ട് വ്യക്തിത്വമുണ്ട്. ആ വ്യക്തിത്വം നശിപ്പിക്കുന്ന ബന്ധങ്ങളൊന്നും ശരിയല്ല. അപ്പം ഞാൻ മോളോട് പറഞ്ഞു, പയ്യൻ വരുന്നിടം വരെ ഇവിടെ നിൽക്കുക, അത് കഴിഞ്ഞാൽ പിന്നെ പോ, പിന്നെ പ്രശ്നമല്ലല്ലോ. എനിക്ക് ആ തള്ളയൊന്നും ഇഷ്ടമല്ല, എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എനിക്ക് അല്ല ഇഷ്ടമല്ല. ആ അല്ല മോനെ, മോൻ്റെ മുഖം എന്തോ വാടിയിരിക്കുന്നേ? അതമ്മ പീരീഡ്സ് ആയിട്ട്. ഉണ്ടല്ലേ, അങ്ങനൊന്നും പറയരുത്. ഇവിടെ ആരും അങ്ങനെ പറയത്തില്ല, ശ്യാമമോള് പ്രത്യേകിച്ച്. ഞാൻ മോളെ അങ്ങനെയാണ് വളർത്തിയത്. അതിപ്പോൾ പീരീഡ്സിന് പിന്നെ കൊച്ചേ മിണ്ടാതിരി. നിന്റെ വീട്ടിൽ ഇതൊക്കെ തുറന്നു പറയുമായിരിക്കും, ഇവിടെ അങ്ങനെ പറയത്തില്ല. ഇവിടെ അടുക്കും ചുറ്റുമുള്ള കുടുംബമായത്. ശ്യാമമോൾ അങ്ങനെ സംസാരിക്കത്തില്ല. എന്തുവായി കാണിക്കുന്നേ കൊച്ചേ? എന്നമ്മ പീരീഡ്സിന് പിന്നെ പീരീഡ്സ് ചേട്ടാ. എന്ത് ചേട്ടാ? എന്തോ കാണിക്കുന്നത്? എനിക്കൊരു മരുമോളെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഓമനിക്കുക. എന്ത് സുന്ദരി നമ്മുടെ മരുമോള്. അതിനെ തറയിരുത്തിയാണോ അവളെ കൊഞ്ചിക്കുന്നത്? പോയി കട്ടിലേ പോയി കിടക്കടി. ആ എന്താ എന്താ പെട്ടെന്ന് വന്നേ? നമ്മുടെ മോൻ വിളിച്ചു, അവൻ്റെ ബോസോ ആരാണ്ട് ഇങ്ങോട്ട് വരുന്നു. അതുകൊണ്ട് മോളോട് നല്ല രീതിയിൽ ഒരുങ്ങി വലിയ പൊട്ട് തൊട്ട് നിൽക്കാൻ പറഞ്ഞു. റെഡിയാവാൻ പറ. ഒരുങ്ങടെ വാവേ. കൊച്ചെ എന്നെ ഒന്ന് പൊക്ക് കൊച്ചേ. ആ യോ ആ ശരി, റെഡിയാവാൻ മോളെ. മോളെ അങ്ങനൊന്നും പറയരുത്. ശ്യാമമോൾ അങ്ങനൊന്നും പറയത്തേ ഇല്ല. അപ്പോൾ അമ്മേ ഈ പീരീഡ്സിന് എന്തു വെച്ചാ? പരിചയപ്പെടുത്തല, അതാ മനസ്സിലാവുന്ന പേടിയാന്ന് കണ്ടിട്ട്. അച്ഛൻ ഇതെൻ്റെ ബോസാണ്, റീജിയണൽ മാനേജരാ. തേറ്റയുണ്ടോ അങ്ങേർക്ക്? ഒന്ന് മിണ്ടായി. അവൻ്റെ ബോസാന്ന് പറഞ്ഞു കേട്ടില്ലേ? റെസ്പെക്റ്റ് നമ്മൾ കൊടുക്കുക. തേറ്റയുള്ള ബോസാണോ? നമ്മുടെ കല്യാണത്തിന് വരാൻ പറ്റില്ലല്ലോ, അപ്പോൾ എല്ലാവരെയും പരിചയപ്പെടാൻ വേണ്ടി വന്നതാ. എവിടാ വീട്? എവിടാന്നാ? അയ്യോ മൂന്നാർ എവിടാ? വട്ടവട. ബോസിന്റെ വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് അമ്മയും ഉണ്ടായിരുന്നു, അച്ഛനും ഉണ്ടായിരുന്നു. ഇപ്പൊ ആരുമില്ല. അച്ഛൻ മരിച്ചു, അമ്മയും മരിച്ചു. പേടിച്ചായിരിക്കും. ചോദിക്കണമെന്ന് വിചാരിക്കരുത്. അച്ഛൻ എങ്ങനെയാ മരിച്ചേ? സർട്ടിഫിക്കറ്റ് കൊടുക്കാനോ? വേഗം ഇടയ്ക്ക് വിടാൻ നോക്കും. അച്ഛനൊരു ആനക്കമ്പക്കാരനായിരുന്നു. നന്നായി. ഒരു ദിവസം മതം പൊട്ടി നിൽക്കുന്ന ആനയുടെ അരികിലേക്ക് ഒരു ഉണ്ട ചോറുമായിട്ട് അച്ഛൻ പോയതാ. അച്ഛൻ്റെ ഉണ്ടയടക്കം ആന അങ്ങ് വിഴുങ്ങി മരിച്ചു. ചുരുക്കം പറഞ്ഞാൽ സുഖം മരണമല്ലേ? നല്ല സുഖമായിരുന്നു. അച്ഛൻ്റെ അസ്ഥിയൊക്കെ ഒഴുക്കിയായിരുന്നു.
അസ്ഥി കിട്ടിയില്ല. ആന വിഴുങ്ങിയതാണല്ലോ. പിന്നെ ആ വിഴുങ്ങലിന് ശേഷം നടന്ന പ്രക്രിയയിൽ ആനയിട്ട പിണ്ടം മനസ്സാവരിച്ച് ഞങ്ങൾ ഒഴുക്കാൻ കൊണ്ടുപോയി. പിണ്ടതർപ്പണം. കള്ളെടുക്കട്ടെ? അയ്യോ എന്തുവാ? ചായ രൂപം കണ്ടപ്പോൾ പെട്ടെന്ന് കള്ളായിപ്പോയി മനസ്സിലായി. ചായ കുടിക്കുമോ? ചായ ഞാൻ കുടിക്കാറില്ല. തേനാണ് കുടിക്കാറ്. അത് ഈ മരത്തിലിരിക്കുന്ന നല്ല നാടൻ തേനില്ലേ, കാട്ടുതേൻ, അത് കയറി പിഴിഞ്ഞ് കുടിക്കും. ഇയാളെന്തോ കരടിയോ? പേര് പറഞ്ഞില്ലല്ലോ ബോസ്. എൻ്റെ പേര് പീലി. ഫുൾ നെയിം? പീലി ഐരാവതം. എന്തെങ്കിലും പ്രോഗ്രാം കഴിഞ്ഞ് വരുവാന്നോ? അല്ല, ഇത് ഞങ്ങളുടെ ഒരു നേച്ചറാണ്, ഒരു സ്റ്റൈലാണ്. അച്ഛനും ഇങ്ങനെ തന്നെയായിരുന്നു. അതായിരിക്കും ആന വിഴുങ്ങിയത്. ഓഫീസിൽ ബോസ് ഇങ്ങനെയാണ് വരുന്നത്. അമ്മേ, ഞാനേ ഒരു ഗസൽ പാടട്ടെ? ഇപ്പം വേണ്ട, 5 മിനിറ്റ് മുകളിൽ വെയിറ്റ് ചെയ്യും. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ ഐരാവതം ഇറങ്ങി പോയില്ലെങ്കിൽ നമുക്ക് പാടാം. മോനെ, ഓ ഒരുപാട് ഇരുട്ടുന്നതിന് മുമ്പേ ബോസ് പോകുന്നതായിരിക്കും നല്ലത്. എങ്ങനെ വന്നേ? സ്കൂട്ടറില്ല അച്ഛാ. ഈ തേറ്റയൊക്കെ വെച്ച് പോകുന്ന കണ്ടു കഴിഞ്ഞാലേ ചിലപ്പോൾ ഒന്നും പറയാൻ പറ്റാത്ത ഇലക്ട്രിക് ഷോക്കൊക്കെ ഉള്ളേ പോകുന്ന വഴിക്ക് വന്നിക്കപ്പം. അല്ലച്ചാ, നമ്മളേക്ക് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നതാ ബോസ്. അഖില വൈഫോടെ കണ്ടില്ല, പരിചയപ്പെട്ടില്ല. അകത്തുണ്ട്. അമ്മ അവളെ ഒന്ന് വിളിച്ചേ. അമ്മേ, മോളെ കാത്തു. കാത്തു. അയ്യോ കാല്. എടി ഉറക്കപ്പറ, കേൾക്കാൻ പറ്റുന്നില്ല. ഉറക്കെ പറയാൻ പറ്റത്തില്ല. എന്താ? പതുക്കെ പറയാൻ പറ്റത്തില്ല. ചേച്ചിയെ പോലും സംസാരിക്കുക, ചേച്ചിയെ പോലും ഒരുങ്ങിക്കുക. അമ്മേ സാരി, അച്ഛാ സിന്ദൂരം, ചേച്ചി വട്ടപ്പെട്ട്, ചേട്ടാ കാലൊക്കെ തേച്ച് കഴുകിയിട്ടുണ്ട്, നടക്കാൻ പറ്റുന്നില്ല, ഗ്രിപ്പ് പോയിക്കൊണ്ടിരിക്കുക. മുടി കൊള്ളാല്ലേ അല്ലേ? അമ്മ കുറച്ച് പാത്രം അകത്തിരിപ്പുണ്ടേ, ഞാൻ കഴുകിക്കഴിഞ്ഞാൽ ദേഹത്ത് വെള്ളം വീഴും, അമ്മ തന്നെ കഴുകിക്കോ. പാട്ട് പാടുന്നു? വേണ്ട. ഞാൻ ചേച്ചിയെ പോലെ പാടും. പാടട്ടെ? കാർമുകിൽ വർണ്ണന്റെ സുണ്ടിൽ നീളുമോഴുക്കൾ എന്ത് പോ സമയല്ലേ സാർ, പോയിട്ട്. അല്ല സാറേ പോലെ സാറേ ഗസലുണ്ട്. വേണ്ടേ? എന്തൊരു കോലവാടി ഇത്. നിങ്ങളൊക്കെ കെട്ടിച്ച കോലം തന്നെയാണ് ഇട്ടേക്കുന്നത്. നീ കൂടുതൽ കളിക്കല്ലേ കേട്ടോ. ഇത് മനഃപൂർവ്വം ഞങ്ങളെ കളിയാക്കാൻ വേണ്ടിട്ട് ചെയ്തതാ. വന്നത് ഒരു പേക്കോലം ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇത് വേറെ ആരുടെയെങ്കിലും എടുത്ത് വരുന്നെങ്കിലോ എന്ത് സംഭവിച്ചേനെ ഇവിടെ? എടാ നീ ഇത് കണ്ടോ? എന്നെ മനഃപൂർവ്വം കളിയാക്കാനല്ലേ കെട്ടി ഒരുങ്ങി വന്ന് നിൽക്കുന്നത്. അല്ലാതെ അതെ, എനിക്ക് നിങ്ങളുടെ ചേച്ചിയോട് ഒരു വിരോധവും ഇല്ല. പക്ഷെ നിങ്ങളെല്ലാം കൂടി ഇങ്ങനെ പറഞ്ഞ് ഓരോന്നും ഇങ്ങനെ ഉണ്ടാക്കി തരരുത് കേട്ടോ. എനിക്ക് നീ പറച്ചിൽ ടോളറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒന്നെങ്കിൽ അവരവരുടെ വീട്ടിൽ പോകാൻ പറ, അല്ലെങ്കിൽ എല്ലാവരും മിണ്ടാതിരിക്കുക. ഞാൻ എന്തായാലും എൻ്റെ വീട്ടിൽ പോകത്തില്ല. നീ ആരെ എന്നെ എന്റെ വീട്ടിൽ ഇറക്കി വിടാനായിട്ട്? ഇത് എന്റെ വീടാ. നിനക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ നീ ഇവിടുന്ന് ഇറങ്ങിപ്പോണം. കുറച്ചൊക്കെ ലോജിക്കായിട്ട് ചിന്തിക്കുക കേട്ടോ. അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനൊന്നും അല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ പുള്ളിയുള്ളടുത്ത് സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കാനാണ് വന്നത്. അതിൽ കൂടുതൽ ലോജിക്കൊന്നും ഇവിടെ ഇല്ല. ഓ, അപ്പൊ നിനക്ക് നാക്കുണ്ടായിരുന്നു. ഇത്ര നല്ല മിണ്ടാപ്പൂച്ച പോലെ നിന്നിട്ട് ഇപ്പൊ നിനക്ക് ശബ്ദിക്കാൻ പറ്റും. എവിടെ നിന്ന് കിട്ടിയടാ ഇതിനെ? പ്രേമവിവാഹം പോലും ഇങ്ങനെയാന്ന് അറിഞ്ഞിരുന്നെങ്കിലുണ്ടല്ലോ ഈ ഭയങ്കര ഒരിക്കലും ഞാൻ ഈ വീട്ടിലോട്ട് കേട്ടത്തില്ലായിരുന്നു. എന്റെ ശ്യാമമോള് ഇനി അത് പറയാൻ പറ്റത്തില്ലല്ലോ. വാ ഇങ്ങോട്ട് നിങ്ങള്. നിങ്ങൾ പറ, ഞാൻ ഭയങ്കരയാണോ? ഭയങ്കരയാണെങ്കിലേ ഞാൻ അങ്ങനെ ആയതല്ല, എന്നെ ചിലർ ആക്കിയതാ.